അടുത്തതും പ്രൂവ് ദാറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൂവ് ദാറ്റ് എനി ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം. എന്താ ഈ നോൺ ഐസോസെലസ് അഥവാ സമപാർശ്വമല്ലാത്ത ലംബങ്ങളൊന്നും ചക്രീയമല്ല, അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പൊ എന്താണ് ലംബകം, എന്താണ് സമപാർശ്വ ലംബകം? ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ABCD എന്ന് പറയുന്നത് ഒരു ലംബകമാണ്, ഒരു ട്രപ്പീസിയാണ്. എന്താണ് ഐസോസെലസും ട്രപ്പീസിയവും? സാധാരണ ട്രപ്പീസിയവും ഐസോസെലസ് ട്രപ്പീസിയവും തമ്മിലുള്ള വ്യത്യാസം, സാധാരണ ലംബകവും സമപാർശ്വ ലംബവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമപാർശ്വ ലംബകങ്ങൾക്ക് ഈ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. സമപാർശ്വ ലംബകങ്ങൾക്ക് കേട്ടോ ഈ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും. പിന്നെ എന്തായിരിക്കും, കോണുകൾ, ഇതാ ഇവിടെ വരുന്ന കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് നോൺ ഐസോസെലസ് ആണ്. അപ്പൊ അത് രണ്ടും തുല്യമല്ല, അവിടെ വരുന്ന കോണുകളും തുല്യമല്ല. ഇനി ABCD is a non isosceles trapezium. ABCD എന്താണ്? സമപാർശ്വമല്ലാത്ത ലംബകമാണ്. സമപാർശ്വം അല്ല എന്നാണ് പറഞ്ഞത്. സമപാർശ്വം എന്നല്ല, സമപാർശ്വമല്ല, നോൺ ഐസോസെലസ്. അങ്ങനെയെങ്കിൽ ദാ ഈ രണ്ട് വശങ്ങളും എന്തായിരിക്കില്ല, തുല്യമായിരിക്കില്ല. AD not equal to BC. അതേപോലെ തന്നെ ഈ രണ്ട് കോണുകളും എന്തായിരിക്കില്ല, തുല്യമായിരിക്കില്ല. A not equal to B. ഓക്കെ, ഇത് രണ്ടും സമപാർശ്വമാണെങ്കിലേ നടക്കുള്ളൂ കേട്ടോ. Then angle A plus angle D 180 angle on one side. ഈ ലംബങ്ങളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ദാ ഈ ഒരു വശത്തുള്ള കോണുണ്ടല്ലോ, ഇവിടെ വരുന്നത് കേട്ടോ, ഇത് രണ്ടും അല്ല, എയും ബി അല്ല, ദാ ഇവിടെ വരുന്ന ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടും. എയും ഡിയും കൂട്ടുമ്പോൾ സമപാർശ്വത്തിന്റെ പ്രത്യേകത കേട്ടോ. സമാന്തരമല്ലാത്ത വശങ്ങളിലെ കോണുകൾ 180 ആയിരിക്കും. അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്താണ്, 180 ആണ്. ഇനി ഈ എക്ക് പകരം ഞാൻ അവിടെ ബി കൊടുത്താൽ, എക്ക് പകരം ഞാൻ ബി കൊടുത്തു, ഡീനെ മാറ്റിയിട്ടില്ല കേട്ടോ. ബട്ട് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി നോട്ട് ഈക്വൽ ടു 180. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ എന്ത് കിട്ടില്ല, 180 കിട്ടില്ല. കാരണം ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല, തുല്യമല്ല. ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യാണെങ്കിലല്ലേ എക്ക് പകരം അവിടെ ബി കൊടുത്താലും 180 കിട്ടുക. പക്ഷെ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യമല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടെ 60ഉം ഇവിടെ 30 ആണ് കരുതുക. 6 3 9 കിട്ടും അല്ലെ. ഒരു എക്സാമ്പിൾ എടുത്തുന്നുള്ളൂ കേട്ടോ. 60 30 കൂട്ടി 90 കിട്ടും. ഈ 60 തന്നെ ഇവിടെ വന്നാലല്ലേ നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ ഡിയും 90 ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. 30ന് മാറ്റല്ല, 60 അവിടെ തന്നെ വരണ്ടേ. പക്ഷെ നമുക്കിത് ഐസോസെലസ് അല്ലാന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും തുല്യാണോ? അല്ല. ആംഗിൾ ബിയും ആംഗിൾ എയും തുല്യം അല്ലാത്തതുകൊണ്ട് തന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും 180 ആകുമോ? ഇല്ല. എതിർകോണുകൾ 180 ആയിട്ടില്ലെങ്കിൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് 180 അല്ലെങ്കിൽ അത് സൈക്ലിക് ആണോ? അല്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആകുമ്പോഴല്ലേ സൈക്ലിക് ആവുള്ളൂ. ഇപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ 180 കിട്ടിയോ? ഇല്ല. അപ്പൊ അത് സൈക്ലിക് ആണോ? അല്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ നോട്ട് സപ്ലിമെന്ററി. എതിർകോണുകൾ അനുപൂരകങ്ങളല്ല. ABCD is not cyclic. ABCD എന്തല്ല, ചക്രീയമല്ല. Any non-isosceles trapezium is not cyclic. സമപാർശ്വമല്ലാത്ത ലംബങ്ങളൊന്നും ചക്രീയമല്ല.